വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം കുറച്ചായിട്ട് യൂട്യൂബിലിങ്ങനെ നിറഞ്ഞ് പോകുന്നൊരു സംഭവമാണ് ഈ ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ക്യൂരിയോസിറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞാനിന്ന് വാട്ടർ മെലൺ തീമിൻ്റെ ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതുപോലെ സിമ്പിളായിട്ടാണ് ചെയ്യാനുള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കളേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ കോമൺ, അതുപോലെ റെയർ, എപ്പിക്, ലെജൻഡറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, ഒരു ക്യൂട്ട് ഗിഫ്റ്റ് മെത്തേഡാ എന്ന് തോന്നുന്നു. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടും തോന്നുന്നു. ഇനി ഫ്രണ്ട് സൈഡിൽ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ കൊടുക്കും ബ്ലാക്ക് മാർക്കർ കൊണ്ട്. പിന്നെ വാട്ടർ മെലണിന് റെഡ് കളർ കൊണ്ട് എഴുതിയിട്ട് ഒരു ഗ്രീൻ ഔട്ടർ ലൈൻ കൊടുക്കും. അതിനുശേഷം താഴെയൊരു സ്മോൾ വാട്ടർ മെലണും അതുപോലെ ഒരു ബിഗ് വാട്ടർ മെലണിൻ്റെ ഒരു പീസസിൻ്റെ പിക്സ് വരച്ച് കൊടുത്തിട്ട് അതിനെ കളർ ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ ഫ്രണ്ടിൽ ഒരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്, ഒരു ലൈറ്റ് ഗ്രീൻ കളറ്. നമ്മൾ അതുപോലെ ബ്ലൈൻഡ് ബാഗൊന്നും എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ ചെറിയൊരു പേപ്പർ കട്ടിങ് എടുത്തിട്ട് യു ഗോട്ട് എ റയർ, ഇതിപ്പം നമ്മൾ റയറാണ് കൊടുക്കുന്നത്. സോ അതൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് ആ പേപ്പർ കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കുന്നുണ്ട്. ഫസ്റ്റ് യു ഗോട്ടെന്ന് ഫ്രണ്ടിൽ കൊടുക്കും, എന്നിട്ട് ഉള്ളിൽ റയറിൻ്റെ കളർ. ഇപ്പോൾ റയർ നമ്മൾ ബാക്കിൽ കൊടുത്തത് യെല്ലോ കളർ ആയതുകൊണ്ട് യെല്ലോ കളർ കൊടുക്കാം, വെറും യെല്ലോ കളർ മാത്രം കൊടുക്കാം. ഞാൻ ജസ്റ്റ് താഴെ റെയറിനും കൂടി എഴുതി വെക്കുന്നുണ്ട്. പിന്നെ പിങ്ക് കളർ കൊണ്ട് ജസ്റ്റ് സ്റ്റാർസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് യു ക്യാൻ ഗെറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ കിട്ടും എന്നുള്ള കുറച്ച് ഐറ്റംസ് മെൻഷൻ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താണോ കിട്ടിയത് അതിൽ ടിക്ക് മാർക്ക് ഇടും. ഇതിപ്പം കിഡ്സിനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇനി ജസ്റ്റ് അതും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ 2 ഗിഫ്റ്റ്സാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് പോപ്സിക്കിളാണ്, ജസ്റ്റ് വാട്ടർ മെലൺ തീമിൽ തന്നെ. ഇനി ആ പോപ്സിക്കിളിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കളർ ചെയ്തിട്ട് നമ്മൾ സുഷി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സുഷി ആക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഉള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്ന് ചെറിയ ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്, കാരണം മറ്റേ വൈറ്റ് പേപ്പറുമായിട്ട് ജോയിൻ ചെയ്യാൻ, ഇതിൻ്റെ ബാക്ക് സൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ വൈറ്റ് പേപ്പറും കൂടിയായിട്ട് ഇത് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഫുള്ളി ജോയിൻ ചെയ്തിട്ട് ചെറിയൊരു സൈഡ് മാത്രം ഒരു ഹോള് പോലെ നമുക്ക് ബാലൻസ് വെക്കണം, കാരണം അതിൽ കൂടെ നമുക്ക് പഞ്ഞി ഉള്ളിലേക്ക് കയറ്റണം. അതിനുശേഷം അതും കൂടി ക്ലോസ് ചെയ്യും. ജസ്റ്റ് അതിലൂടെ ഇനി പഞ്ഞി ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം അതും കൂടി സെല്ലോ ടാപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഫുള്ളാക്കും. ഇനി ഇതിനൊരു പാക്ക് ഉണ്ടാക്കണം. അതിന് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് സെയിം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, വീഡിയോ കാണുന്നത് പോലെ. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുക്കുന്നത്.
ജസ്റ്റ് ഇതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കൊടുക്കുന്നൊരു സംഭവം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ പോപ്സിക്കിൾ ഇട്ടിട്ട് ജസ്റ്റ് അതിനെയും സെല്ലോ ടാപ്പ് വെച്ച് പാക്ക് ചെയ്താണ്. ഇനി നമ്മൾ അടുത്ത ഗിഫ്റ്റ് ഉണ്ടാക്കുവാണ്. ഇത് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം വാട്ടർ മെലൺ തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ട് വാട്ടർ മെലണിൻ്റെ കളറ് കൊടുക്കും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സിഷി ടൈപ്പ് തന്നെയാണ് ഇതും ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറച്ചതിന് ശേഷം അതും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് ഒരു പാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് ഈ വാട്ടർ മെലൺ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് വാട്ടർ മെലണിൻ്റെ സെയിം കളറ് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ ടാപ്പ് ഹിയർ വാട്ടർ മെലൺ അതുപോലെ ആരോ മാർക്കൊക്കെ കൊടുത്തിട്ട് കുറച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ തീമിൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം താഴെ മെൻഷൻ ചെയ്താൽ ഇൻഷാ അല്ലാ ഞാൻ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.